ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഉഹുദ് മലയുടെ താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ കാണുന്ന അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഉഹുദ് മല. ആ കാണുന്നതാണ് ഉഹുദ് മല. നബിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബികൾക്കും വളരെയധികം പ്രയാസങ്ങൾ നേരിട്ട ഒരു യുദ്ധമാണ് ഉഹുദ് യുദ്ധം. അറിയാമല്ലോ, ഹംസ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മിസ്അബിനു ഉമൈർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ രക്തസാക്ഷിത്വം വരിച്ച യുദ്ധം കൂടിയാണ് ഉഹുദ് യുദ്ധം. ഉഹുദ് മലയാണ് കാണുന്നത് കേട്ടോ. ഉഹുദ് മല ഏകദേശം 4.5 കിലോമീറ്റർ നീളമുണ്ട് ഈ മല. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ, ഒരു 2 കിലോമീറ്റർ ഭാഗം മാത്രമേ ഇവിടുന്ന് കാണുന്നുള്ളൂ. ഏകദേശം 4 കിലോമീറ്ററോളം നീളമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഉഹുദ് മലയുടെ നീളം ഞാനിവിടെ പറയാൻ കാരണം, മയ്യത്ത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് 1 ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്നാണ് പറഞ്ഞത് നബി. അപ്പോൾ സഹാബികൾക്ക് മനസ്സിലായില്ല. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ല നബിയെ, ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ എത്ര വരുമെന്ന് ചോദിച്ചു. ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ എത്ര വരുമെന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉഹുദ് മലയോളം വരുമെന്നാണ് ഒരു ഖിറാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മയ്യത്തിൻ്റെ പരിപാലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് 1 ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം പ്രതിഫലമുണ്ട് എന്നാണ്. അപ്പോൾ ഈ കാണുന്ന ഉഹുദ് മല ഏകദേശം 4.5 കിലോമീറ്റർ നീളമുണ്ട്. അപ്പോൾ ഇത്രയും പ്രതിഫലം, അതിൻ്റെ ഒരു അളവാണ് ആ പറഞ്ഞത്, പ്രതിഫലത്തിൻ്റെ അളവാണ്. അതുപോലെ തന്നെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുകയുണ്ടായി, മയ്യത്ത് പരിപാലനം തുടങ്ങി അതിൻ്റെ മുഴുവൻ കർമ്മങ്ങളിലും പങ്കെടുക്കുന്നവർക്ക്, അതായത് മയ്യത്ത് പരിപാലനം, മയ്യത്ത് നിസ്കാരം, അതുപോലെ തന്നെ ഖബറിൽ ഇറക്കി 3 പിടി മണ്ണ് വാരിയിടുമല്ലോ, മണ്ണ് വാരിയിട്ട് തസ്ബീത്ത് ചൊല്ലി പിരിഞ്ഞു പോരുന്നവർക്ക് 2 ഖിറാത്ത് പ്രതിഫലമുണ്ടെന്നാണ് നബി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ഈ ഉഹുദ് മലയുടെ ഒരു വലിപ്പം അതാണ്. അപ്പോൾ ഈ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ മദീനത്ത് തന്നെയാണ്. മദീനത്ത് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഉണ്ടാവും. 5 അതിൽ കൂടുതലുണ്ടാവും. വണ്ടി ഇങ്ങനെ കറങ്ങി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ. ഇവിടെ നട്ടുച്ചയാണ്, ഇപ്പോൾ 12 മണി 11:30 ആയിട്ടുണ്ട്. നല്ല വെയിലാണ്. കണ്ടോ, പ്രാവുകൾ ഇവിടെയുണ്ട്. പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളെ ടീമാണ് ആ മുന്നിൽ പോണത് കേട്ടോ. ചുണ്ടൊക്കെ വറ്റി വരണ്ടിട്ടുണ്ട്, ഒച്ചൊന്നും വരുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച വാക്കല്ല വരുന്നത്, ചുണ്ട് വരലാണ്. വെള്ളം ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന വെള്ളം മുഴുവൻ തണുത്ത വെള്ളമാണ്. അതിട്ട് കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ട ഒച്ച അടക്കും, തീരെ ഒച്ച ഉണ്ടാവില്ല. ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ കണ്ടോ. ഇത് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും വെള്ളവും ഡ്രിങ്ക്സും ഹദിയായിട്ട് കൊടുക്കുന്നുണ്ട്. ഉഹുദില് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതെ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് വെള്ളവും അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, കേക്ക്, സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഫ്രീ. അതിലൂടെ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി. ഇതിനൊരു കൗണ്ടറുണ്ട്. ഈ കൗണ്ടറിലൂടെ ഒന്ന് കയറി ഇറങ്ങേണ്ട പണിയേ ഉള്ളൂ. കേട്ടോ, കേട്ടോ.